ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ എനർജിയാണ്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ഓവറോൾ എനർജി കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ആദ്യമേ നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് പാർട്ടിയുമായിട്ടുള്ള എനർജിയാണ്. സെവൻ ഓഫ് കപ്സ്, ഒറാക്കിൾ ഓഫ് പെൻറ്റക്കിൾസ്, ടു ഓഫ് സോർഡ്സ്, വേൾഡ്, ടവർ, ഫൈവ് ഓഫ് വാൻഡ്സ്, ടു ഓഫ് കപ്സ്, സെവൻ ഓഫ് വാൻഡ്സ്, എയ്റ്റ് ഓഫ് കപ്സ്, ത്രീ ഓഫ് പെൻറ്റക്കിൾസ്, ത്രീ ഓഫ് സോർഡ്സ്, നയൻ ഓഫ് വാൻഡ്സ്, Emperor, Apprentice of Pentacles, Moon, Four of Swords, Six of Cups. ഇവിടെ നമ്മൾ തേർഡ് പാർട്ടിയും പേഴ്സണും തമ്മിലുള്ള ആ ഒരു എനർജീസാണ് നോക്കുന്നതെങ്കിൽ കൂടിയും തീർച്ചയായിട്ടും ഇതിനകത്ത് അവ്യക്തമായിട്ടാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഒരു സാന്നിധ്യവും നമുക്ക് കാണാം എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഒരു എനർജിയും ഇതിനകത്ത് തീർച്ചയായിട്ടും കടന്നു കൂടിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന ഒരു വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ, തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ അവർ ചിലപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ കൊടുത്തിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് ഒരു ഫ്യൂച്ചർ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും. ചില കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി വലിയ കുഴപ്പമില്ലാതെ പോവും എന്നുള്ള രീതിയിൽ വിചാരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നൊരവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇവിടെയും കാണാം. അതായത് ഈ വ്യക്തി ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഒരുപാട് പ്രതീക്ഷകൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതൊരു വലിയൊരു ഭ്രമത്തിനകത്ത് പെട്ടുപോയത് പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവാം. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ഇതൊരു കപ്പിൾ എനർജി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എനർജിയൊക്കെയാണ് തേർഡ് പാർട്ടിയും ഈ ഒരു പേഴ്സണും തമ്മിലുള്ളതെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ടെംപ്റ്റേഷനിലൊക്കെ റിലേഷൻഷിപ്പിൽ പെട്ടുപോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു അവസ്ഥയായിരിക്കാം. ആകെ ഇതിനകത്ത് വല്ലാതെ അകപ്പെട്ടു പോയൊരവസ്ഥ. അകപ്പെടുക എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു അകപ്പെടൽ എന്ന് വെച്ചാൽ ട്രാപ്പല്ല. നമ്മൾ ഭയങ്കരമായിട്ടൊരു ഫാൻറ്റസിയിൽ പെട്ടതുപോലെ ഉള്ള ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ടെംപ്റ്റിംഗ് ആയിട്ട് പോയി പെട്ട ഒരു എനർജിയൊക്കെയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പക്ഷേ നിലവിലത്തെ എനർജി നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലാണ് ഈ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ വ്യക്തി, ആ വ്യക്തിക്ക് നേരത്തെ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ഉണ്ടായിരുന്ന ധാരണ എന്താണോ അത് കംപ്ലീറ്റ്ലി മാറി മറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ആ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിരുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സങ്കല്പങ്ങളായിരിക്കാം, എന്ത് വേണമെന്നുണ്ടെങ്കിലും ആവാം. ഒരുപാട് ചേഞ്ചസ് ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തും തീർച്ചയായും കാണാമെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കാണുന്ന പോലെ ഇനിഷ്യലിയൊക്കെ വളരെ താല്പര്യത്തോടു കൂടി പോയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ വലിയൊരു എനർജിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. പക്ഷേ എവിടെയാണോ അത്രയും ഒരു നല്ല രീതിയിൽ കണ്ടത് അല്ലെങ്കിൽ പ്രതീക്ഷയോടെ കണ്ടത്, അവിടെ തന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ തന്നെ അകറ്റി നിർത്തുന്നു. എല്ലാ തരത്തിലും അതിൽ നിന്ന്
പുറത്തേക്ക് പോവാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു എനർജി നമുക്ക് കാണാം. എങ്ങനെയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോവാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു എനർജിയാണ്. മാത്രമല്ല നമ്മൾ നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ചിലപ്പോൾ കാണാം. അവരുടെ കോമൺ ഫ്രണ്ട്സ് ആയിരിക്കാം. ഇനിയിപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഫാമിലിയിലുള്ള ഒരു വ്യക്തിയായിരിക്കാം തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. ആര് വേണമെന്നുണ്ടെങ്കിലും ആവാം. അപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ സ്വരച്ചേർച്ചയില്ലായ്മ, തടസ്സങ്ങൾ, സ്ട്രഗിൾസ് എല്ലാം നിലവിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധം വിട്ടു പോവാതിരിക്കാൻ ശ്രമിക്കുന്ന മറ്റാരെങ്കിലുമൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ടായെന്ന് വരാം. നമ്മൾ പറഞ്ഞതുപോലെ അത് അവരുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട വേറെ ഏതെങ്കിലും വ്യക്തികളോ തേർഡ് പാർട്ടിയുടെ ഫ്രണ്ട്സോ ആര് വേണമെന്നുണ്ടെങ്കിലും ആവാം. ഒരു ഇഷ്യൂസ് കാര്യങ്ങൾ വരുമ്പോൾ അകന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലവർ ഇടപെടാറുണ്ട്. ഒരുപക്ഷെ തേർഡ് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെ മറ്റുള്ളവരുടെ ശ്രമം നിലവിൽ നടക്കുന്നുണ്ട്. എന്നിട്ടും ആ ഒരു റിലേഷൻഷിപ്പ് പൊരുത്തപ്പെട്ട് പോവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വേറെ ആൾക്കാർ ശ്രമിച്ചിട്ട് പോലും ഇതിനകത്ത് അവർക്ക് കോപ്പറേറ്റ് ചെയ്ത് പോകാനായിട്ട് നിലവിൽ കഴിയുന്നില്ല. കാരണം അത്രയേറെ ഈ ഒരു ബന്ധത്തിൽ തകർച്ച വന്നിട്ടുണ്ട്. പരസ്പര വിശ്വാസമില്ലായ്മ വന്നിട്ടുണ്ട്. ചീറ്റിംഗ് എനർജി നമുക്ക് കാണാം. ട്രസ്റ്റ് ഇഷ്യൂസ്, മാനിപ്പുലേറ്റ് ചെയ്യുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കടന്നു വന്നിട്ടുണ്ട്. ഈ പറയുന്ന ഇഷ്യൂസ് ചിലപ്പോൾ 2 പേർക്കും ഉണ്ടായെന്ന് വരാം. അവരുടെ 2 പേരുടെയും കൂടി ഒരു കമ്പൈൻഡ് എനർജി ആയതുകൊണ്ട് ചിലപ്പോൾ 2 പേർക്കും പരസ്പരം വിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇത്രയും ഒരു മോഹവലയത്തിൽ പെട്ട് നിൽക്കുക അല്ലെങ്കിൽ ഒരുപക്ഷേ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ തേർഡ് പാർട്ടിയുടെ വാക്കുകളാണ് എനിക്ക് വേദവാക്യം എന്നും പറഞ്ഞ് നിന്നൊരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള വ്യക്തിക്കാണ് ഇപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിപ്പോന്നാൽ കൊള്ളാം എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഭയങ്കര സെക്യൂർ ആണ് എന്ന് കണ്ട് നിന്നിരുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചിരുന്ന ആ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു എത്തും പിടിയില്ലാതെ നിൽക്കുന്ന ആ ഒരു അവസ്ഥ നമുക്ക് കാണാം. ഭയങ്കരമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എങ്ങനെ ഇത് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു അറിവില്ലായ്മയുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ മൊത്തത്തിൽ നമ്മളുടെ തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ നമ്മളിൽ ഒരുപാട് മോഹിച്ച് കണ്ടത് മുഴുവൻ ഒരു ഫേക്ക് ആയിരുന്നു എന്നൊക്കെ അറിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഒരു പേഴ്സണൽ ഉണ്ടായിട്ടുള്ള മാറ്റം റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ആദ്യകാലത്ത് അവരുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു ഭംഗിയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ ആകർഷിച്ച് നിർത്തിയിരുന്ന കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതിലെല്ലാം പെട്ട വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു എനർജി നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. ഇനി അതുപോലെ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കർമാസ് ഒക്കെ റിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഒരു സമയമായിരിക്കും. അല്ലെങ്കിൽ അത് നല്ലതുപോലെ അനുഭവിക്കുന്ന ഒരു സമയം തന്നെയാണ് എന്ന് വേണമെന്നുണ്ടെങ്കിലും പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സൈക്കിള് കഴിഞ്ഞ് കിട്ടാനായിട്ട് കാത്തിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ്. മൊത്തത്തിൽ കാര്യങ്ങൾ തകർന്ന് തരിപ്പണമാവുക എന്ന് പറയുന്ന പോലെ നമുക്കിവിടെ കാണാം. തകർന്നടിഞ്ഞിരിക്കുന്ന ആ ഒരു ചിലപ്പോൾ അവരുടെ വിശ്വാസങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ പരസ്പരം ഉണ്ടായിരുന്ന ആ ഒരു ട്രസ്റ്റ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കാം. പകരമായിട്ട് ഇവിടെ ഒരു ഫൈറ്റിംഗ് നടക്കുന്ന ഒരു പിടിവലിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അനാവശ്യമായിട്ടുള്ള ഈഗോ, ആ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ എല്ലാം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിലൂടെയാണ് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പുറമേ നിന്നുള്ള വ്യക്തികളുടെ ഇൻ്റർഫിയറൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവരുടെ ഒരു റിലേഷൻഷിപ്പ് പറഞ്ഞ് പരിഹരിക്കാനൊക്കെ നോക്കിയിട്ടും കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാം. ഇനി ചിലരുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരുടെ ആ ഒരു ഫൈറ്റിന് കാരണമായിട്ട് നിൽക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ചൊല്ലിയായിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അറിയുന്ന ഒരു തേർഡ് പാർട്ടിയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും പറഞ്ഞു അവർ തമ്മിലൊരു ഫൈറ്റോ കാര്യങ്ങളോ ഉണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് അകന്ന് പോയൊരു വ്യക്തി ചിലപ്പോൾ നിങ്ങളിലേക്ക് റിട്ടേൺ വന്നിട്ടുണ്ടാവാം. അപ്പോൾ അത് അവരുടെ റിലേഷൻഷിപ്പിനകത്ത് വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ചൊല്ലി പരസ്പരം കുറ്റപ്പെടുത്തുന്ന അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടി ബ്ലെയിം ചെയ്യുന്ന ഒരവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും വളരെ കാര്യമായിട്ടൊരു മുറിവേറ്റിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ചീറ്റിംഗ് ഒക്കെ നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത്രയും ടഫായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. പിടിച്ചു നിൽക്കാൻ അത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള ആ ഒരു സംഗതിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇമേജിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഒരു മുള്ളൻ പന്നീനെയാണ്. ദാറ്റ് മീൻസ് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഈ പറഞ്ഞ രീതിയിലാണ്. ഒരു അനുനയത്തിൽ പോകുന്ന ഒരവസ്ഥയല്ല എന്നുള്ളതാണ്.
ഒരുപക്ഷെ തേർഡ് പാർട്ടിയുടെ ഒരു യഥാർത്ഥ റിയൽ നേച്ചർ അല്ലെങ്കിൽ ട്രൂ കളർ ഇവർക്ക് കാണാൻ പറ്റുന്നത് ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരിക്കാം. ആദ്യമേ വളരെ സ്നേഹത്തോടെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് ഒരു ഫാന്റസിയിൽ അകപ്പെട്ടതുപോലെയൊക്കെ നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നുണ്ടെങ്കിൽ അത്രയും നല്ല ട്രീറ്റ്മെന്റ് ആയിരിക്കണം തേർഡ് പാർട്ടിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇപ്പോഴായിരിക്കാം അല്ലെങ്കിൽ പിന്നീട് പോകെ പോകെ ആയിരിക്കാം അതിനകത്ത് എന്താണ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു റിയൽ ആയിട്ടുള്ള നേച്ചർ അല്ലെങ്കിൽ അവരുടെ ഒരു ഇന്റൻഷൻ ശരിയല്ല എന്നൊക്കെ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഒരു സമയത്തായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചില സമയത്ത് നമ്മൾ പറയുന്ന പോലെ ഒരു പൂവായിട്ട് ഒരു ഭംഗിയുള്ള പൂവായിട്ട് തോന്നുന്ന ഒരു കാര്യം ചില സമയത്ത് മുള്ളായിട്ട് അനുഭവപ്പെടും. എന്ന് പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അതിൻ്റേതായിട്ടുള്ള ആ ഒരു വെറുപ്പ്, ദേഷ്യം, ഈഗോ, പരസ്പര വിശ്വാസമില്ലായ്മ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ അതുപോലെ നമുക്ക് ആ ഒരു കൺട്രോളിങ് എനർജി എല്ലാം കാണാം. ഒരുപക്ഷെ തേർഡ് പാർട്ടി ആയിരിക്കാം കൂടുതലായിട്ട് നിങ്ങളുടെ പേഴ്സണെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് നോക്കുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർക്ക് ഡൗട്ട്ഫുൾ ആണ്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ ആകെ മൊത്തം വരിഞ്ഞു മുറുകുന്ന പോലെ തോന്നുന്നുണ്ടാവും. അല്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ടോക്സിസിറ്റി ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ചിലപ്പോൾ അനുഭവപ്പെടുന്നുണ്ടാവാം. അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളെ വല്ലാതെ വരിഞ്ഞു മുറുകുന്നു. അല്ലെങ്കിൽ നമുക്കൊരു സ്വാതന്ത്ര്യമില്ല, അനങ്ങാൻ പാടില്ല, തിരിയാൻ പാടില്ല. അങ്ങനെയുള്ളയൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും അതിൽ നിന്ന് പുറത്ത് ചാടാനായിട്ട് ശ്രമിക്കും. അല്ലെങ്കിൽ അത് എത്രത്തോളം ഭീകരമാണ് എന്നുള്ള ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുന്നത് ആ ഒരു സമയത്തായിരിക്കും. അപ്പോൾ അത് ഇനിഷ്യലി ഉണ്ടായിരുന്ന ഒരു സ്നേഹമോ കാര്യങ്ങളോ അല്ലെങ്കിൽ അന്ന് കണ്ട ആ ഒരു ചിരിച്ച മുഖമോ ഒന്നും ആയിരിക്കില്ല പിന്നീട് അങ്ങോട്ട് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്കാണെന്നുണ്ടെങ്കിലും നമ്മളിവിടെ കണ്ടതുപോലെ പുറത്തേക്ക് ഇറങ്ങി പോവാനായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഓടിപ്പോവാനായിട്ടുള്ള ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഇതല്ല എനിക്ക് പറ്റിയത്. ഞാനിവിടെ കംഫർട്ടബിൾ അല്ല. എനിക്കിവിടെ ഒരു സുരക്ഷിതത്വം ഇല്ല എന്നുള്ള ഒരു തോന്നലിൽ കൊണ്ടെത്തിച്ചത് ഒരുപക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. ഇവിടെ അതുപോലെ നിങ്ങളുടെ പേഴ്സൺ ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ തേർഡ് പാർട്ടി കുറച്ചുകൂടി കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. മാത്രമല്ല ഇപ്പോൾ ആദ്യമേ അവരുടെ ഒരു കസ്റ്റഡിയിൽ ഇരുന്ന പോലെയുള്ളൊരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ പെരുമാറിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ച് നിൽക്കുകയോ അല്ലെങ്കിൽ വളരെ വിധേയത്വമായിട്ട് നിൽക്കുകയൊക്കെ ചെയ്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പതിയെ അതിന് ചേഞ്ചസ് ഉണ്ടാവുന്നു എന്ന് കാണുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ആയിരിക്കും ചിലപ്പോൾ ഇവർ തമ്മിൽ കൂടുതൽ ഒരു ക്ലാഷസിലും കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്നത്. അപ്പം മനസ്സുകൊണ്ട് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പണ്ടേ ഇറങ്ങിപ്പോവാനുള്ള ഒരു രീതിയിലാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത്. പക്ഷേ എന്നാൽ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റും അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാം. ഒരുപക്ഷേ ഒരു മനസ്സിലുള്ളൊരു കാര്യം അതേപടി പ്രാവർത്തികമാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പേടി കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അതൊരു ക്ലിയർ പിക്ചറായിട്ട് മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ തേർഡ് പാർട്ടി ഏത് രീതിയിൽ എടുക്കും എന്നുള്ള അവരോടുള്ളൊരു ഫിയർ കൊണ്ടായിരിക്കാം. ഇവിടെയൊക്കെ നമുക്ക് ആ ഒരു ആങ്സൈറ്റി, ഫിയർ കാര്യങ്ങളെല്ലാം കാണാനായിട്ട് കഴിയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ തേർഡ് പാർട്ടിക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് കണ്ടെങ്കിൽ മാത്രമേ കുറച്ചുകൂടി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകൂ. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു മൈൻഡ് സെറ്റ് മാറിയത് തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയും തിരിച്ചറിയുന്നുണ്ടെന്നുള്ളതാണ്. അവിടെ അവരുടെ ഒരു പിടിമുറുക്കവും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും. എങ്കിലും ഈ പേഴ്സൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചെകുത്താനും കടലിനും നടുവിൽ പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. അവർക്ക് ഇതിൽ നിന്ന് ഇറങ്ങിപ്പോവാനായിട്ട് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ മടുത്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷെ ഒരു ആക്ഷനിലേക്ക് എത്തുമ്പോഴത്തേക്കും അവർ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒന്ന് കൺഫ്യൂസ്ഡ് ആവുന്ന ആ ഒരു എനർജിയാണ്. ഒരുപക്ഷേ തേർഡ് പാർട്ടിയിൽ നിന്ന് ഇമോഷണൽ ബ്ലാക്ക്മെയിലിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും തരത്തിലുള്ളൊരു അവസ്ഥയിലാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവാം ആ ഒരു റിലേഷൻഷിപ്പിൽ. ചില റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സുകൊണ്ട് വേണ്ടാന്ന് വെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോലും നമ്മളുടെ കടമകൾ, ബാധ്യതകൾ അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞതുപോലെ ഭയപ്പെട്ട് നിൽക്കേണ്ടി വരുന്ന അവസ്ഥകൾ കൊണ്ട് മനസ്സില്ലാ മനസ്സോടെ അവിടെ തുടരേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ മൗനമായിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. ആക്ഷനൊന്നും എടുക്കുന്നില്ല ഇതിനകത്ത്. അവരോട് അടുപ്പവും കാണിക്കുന്നില്ല. എന്നാൽ ഇതിൽ നിന്നൊരു ക്ലിയർ കട്ടായിട്ട് ആക്ഷൻ എടുത്ത് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലുമല്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തേർഡ് പാർട്ടി വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും വളരെ ആങ്സൈറ്റിയിൽ പോകുന്ന ആ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല ഇവിടെ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളെ നന്നായിട്ട് മിസ് ചെയ്യുന്ന ഒരവസ്ഥ കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കപ്പിൾ എനർജി അല്ലെങ്കിൽ ആ ഒരു ടൈപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആ റിലേഷൻഷിപ്പിൽ എത്ര കംഫർട്ടബിൾ ആയിരുന്നു ഇവിടെ വന്നപ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവരുടെ ഒരു റോങ് ചോയ്സ് ആയിരിക്കും ഇത്. ഞാൻ എത്രത്തോളം ബുദ്ധിമുട്ടുന്നു, ഇതെനിക്കൊരു തടവറയായി പോയല്ലോ എന്നൊക്കെയുള്ള ആ ഒരു ചിന്താഗതി ആയിരിക്കും അവരെ ഈ ഒരു നൊസ്റ്റാൾജിക് മെമ്മറീസിലേക്കെല്ലാം കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇത് അവരുടെ ഒരു സ്പ്രെഡ് ആണെന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് അങ്ങിങ്ങായിട്ട് നിങ്ങളുടെ എനർജി ഉണ്ട്. അവർ തമ്മിലുള്ള ആയാലും ചിലപ്പോൾ നിങ്ങളുടെ പേര് വലിച്ചെടുക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ അത് പറഞ്ഞിട്ടുള്ള ക്ലാഷസ് ഒക്കെ കൂടുതലായിരിക്കാം. ഒരുപക്ഷേ ഈ ഒരു
നിങ്ങളുടെ പേഴ്സൺ കൈവിട്ട് പോകുന്നു എന്ന് തേർഡ് പാർട്ടിക്ക് തോന്നുമ്പോൾ അത് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവാം. നിങ്ങളോടുള്ള എനർജി എടുക്കുമ്പോഴേ നമുക്കത് ക്ലിയർ ആവുള്ളൂ. നിങ്ങളോടൊപ്പം ഉണ്ടാവാം ഈ ഒരു സമയം. ഈ വ്യക്തിയല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അകന്ന് നിൽക്കുമായിരിക്കാം. ഇനിയിപ്പോൾ അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും ഇവർ സസ്പീഷ്യസ് ആയിരിക്കാം. അവരോടുള്ള സ്നേഹം കാരണമാണ്, അല്ലെങ്കിൽ അവരോടുള്ള താല്പര്യം കൊണ്ടാണ് എന്നെ വിട്ട് പോകുന്നതെന്നുള്ള ആ ഒരു ചിന്താഗതിയൊക്കെ ആയിരിക്കാം അവർ തമ്മിൽ ആ ഒരു ക്ലാഷസിനൊക്കെ കാര്യമായി തീരുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അതിനകത്ത് തുടരുമ്പോൾ തന്നെ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ആലോചിക്കുകയും നിങ്ങളുടെ ഒരു മൂല്യം എന്താണ്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ എന്തൊരു ബെറ്റർ ആയിരുന്നു എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ കുറ്റങ്ങളായിരിക്കാം കൂടുതൽ പറഞ്ഞിട്ടുണ്ടാകുന്നത്, തേർഡ് പാർട്ടിയെ പുകഴ്ത്തിയായിരിക്കാം സംസാരിച്ചിട്ടുണ്ടാകുന്നത്. ചിലപ്പോൾ കാലങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴാണ് അതൊന്നും ഒന്നും ആയിരുന്നില്ല, അതെല്ലാം വളരെ നല്ല കാലങ്ങളായിരുന്നു, ഇപ്പോൾ അനുഭവിക്കുന്നതാണ് മോശം എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലത്തെ ഒരു അവസ്ഥയായിരിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇവർ തമ്മിലൊരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു നല്ല ഇൻറ്റൻസിറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയായിട്ട് തന്നെ കാണാം. പ്രത്യേകിച്ച് നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു മെൻറ്റാലിറ്റിയാണ്. അവരുടെ ഒരു ആക്ഷൻ, അല്ലെങ്കിൽ മനസ്സിലെന്താണോ അതുപോലെ അവർക്കൊരു ആക്ഷൻ എടുക്കാൻ പോലും പറ്റാതെ നിശബ്ദമായിട്ട് ഇരിക്കുന്ന ഒരു രീതിയിലാണ് നമുക്ക് നിലവിൽ അവരുടെ റിലേഷൻഷിപ്പ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നിങ്ങളോടുള്ള ഒരു ഓവറോൾ എനർജി എങ്ങനെയാണെന്നുള്ളതും കൂടി നോക്കാം. Page of Swords, Six of Wands, World, Six of Pentacles, Nine of Wands and Four of Pentacles. നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു എനർജി കണ്ടിട്ട് കറൻ്റ്ലി നിങ്ങളുമായിട്ട് നോ കോൺടാക്റ്റിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കണം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ഡിസ്റ്റൻസിൽ തന്നെയാണ് തീർച്ചയായിട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. കാരണം ഈ പേഴ്സൺ നിങ്ങളെ നല്ല രീതിയിൽ സ്പൈ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ആക്ടിവിറ്റീസ് നോക്കുന്നുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി തേർഡ് പാർട്ടി എനർജിയിൽ കണ്ടതാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്ര ബെറ്റർ ആയിരുന്നു എന്നുള്ള ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ആഗ്രഹം നല്ലതുപോലെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ വെറുതെ തിരിച്ചു വരാനല്ല, ഇതിനകത്ത് കുറച്ച് ലൗഡായിട്ട് വരാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ചിലവർക്കെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഹൈഡിങ് എനർജി ആയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് തോന്നുന്ന അങ്ങനെയല്ല, ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് എന്ന് വളരെ ലൗഡായിട്ട്, അല്ലെങ്കിൽ ഒരു അംഗീകാരത്തോടു കൂടി തിരിച്ചു വരണം എന്നുള്ള രീതിയിലാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാം ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എനർജി. അപ്പോൾ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം, നിങ്ങളും തിരിച്ചവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അവർക്കുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ നോ കോൺടാക്റ്റിലായിട്ട് കുറച്ചധികം നാളുകളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളിനി നിങ്ങളുടെ വഴിക്ക് പോയോ, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ പേരും പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളവരെ സ്വീകരിക്കുമോ എന്നുള്ളൊരു ഭയമായിരിക്കും ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഉള്ളുകൊണ്ടുള്ള ആ ഒരു ചെറിയൊരു ഡിഫെൻസീവായിട്ടുള്ള എനർജി നമുക്ക് കാണാം. അതായത് അവരുടെ മനസ്സ് എന്താണെന്ന് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കവറിങ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. കാരണം ഈ ഒരു പേഴ്സൺ അവിടെ ഒരു ഭയം തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് കാണാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടിയും ഈ റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുത്താനായിട്ട് അവർക്ക് സാധിക്കാത്ത ഒരു മൈൻഡ് സെറ്റാണ്. ഭയങ്കരമായിട്ടുള്ളൊരു പൊസസീവ് നേച്ചറും കാര്യങ്ങളൊക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിനകത്ത് വരുന്നുണ്ട്. നഷ്ടപ്പെടുത്തി കളയാനായിട്ട് അവർക്ക് ഒട്ടും താല്പര്യമില്ല. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു ഹോൾഡിങ് ടൈറ്റ് എനർജി. അതായത് കൈമോശപ്പെടുത്തരുത് എന്നുള്ള ഒരു തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹമാണ്. ഒരു പക്ഷേ കൈവിട്ട് പോയി എന്ന് തന്നെ തോന്നിയിട്ടുണ്ടാവാം. കുറച്ചധികം നാളുകളായിട്ട് നിങ്ങൾ തമ്മിൽ നോ കോൺടാക്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതെനിക്ക് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടോ എന്നൊക്കെയുള്ളൊരു ചിന്താഗതി അവർക്ക് ഉണ്ടാവാം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ തീർച്ചയായിട്ടും ഭയപ്പെടുന്നതും, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുണ്ടായിരുന്നൊരു വസ്തു നമ്മളായിട്ട് തന്നെ എറിഞ്ഞ് കളഞ്ഞു. അപ്പോൾ പിന്നെ അതിലുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് കാണുന്ന ഒരു സംഗതിയാണ്. എന്ന് പറഞ്ഞതുപോലെ അവർ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതും വളരെ ക്ലിയറായിട്ട് നമുക്കിവിടെ കാണാം.
ഇവിടെയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് കാണാം. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സൈക്കിൾ പൂർത്തിയായെങ്കിൽ വീണ്ടും ഒരു ന്യൂ ബിഗിനിങ്ങിനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അടുത്തൊരു ന്യൂ ബിഗിനിങ്ങിൽ അവരോടൊപ്പം നിങ്ങൾ വേണം എന്നുള്ള ആ ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കറൻറ്റ്ലി ഒരു നോ കോൺടാക്റ്റിലുള്ളവരുടെ എനർജി ആയിട്ടായിരിക്കും നമുക്കത് കൂടുതൽ റെസൊനേറ്റ് ആവുന്നത്. അതുകൊണ്ടാണ് അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നതും നിങ്ങളുടെ ഒരു ആക്ടിവിറ്റീസ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും അവരുണ്ടോ എന്നറിയാൻ ശ്രമിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. ഓൾറെഡി നിങ്ങളോടൊപ്പം ഇപ്പോൾ ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർ ഇത്രയേറെ ഈഗറായിട്ട് നോക്കി നിൽക്കുകയും അല്ലെങ്കിൽ ഇത് നമ്മൾ പറഞ്ഞ പോലെ വളരെ ലൗഡായിട്ട് കൊണ്ടുവരാനൊന്നും ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആഹ് ഒരുപക്ഷെ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് പോയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് എടുക്കാത്തതുകൊണ്ട് നമുക്കതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. തേർഡ് പാർട്ടി മതീന്നും പറഞ്ഞ് പോയൊരു വ്യക്തിയായിരിക്കാം. അവരെ ചൂസ് ചെയ്തൊരു പേഴ്സൺ ആയിരിക്കാം. അവിടെ നിന്ന് ഇപ്പോൾ തിക്തമായിട്ടുള്ള അനുഭവങ്ങളുള്ളപ്പോൾ അതിനേക്കാൾ എത്രയോ നല്ലതായിരുന്നു എന്നുള്ള രീതിയിൽ ഇവർ നിങ്ങളെ നോക്കി കാണുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ ഈ അക്കരപ്പച്ച കണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് നമ്മൾ വിചാരിച്ച പോലെ ഒരു പച്ചപ്പ് അവിടെ ഇല്ല. അവിടെ മരുഭൂമിയാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു കംബാക്കിന് ആഗ്രഹിക്കുന്ന ആ ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് നിലവിൽ. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടുത്തെ ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തി എത്ര പെട്ടെന്ന് വിട്ടുകളയാനായിട്ട് താല്പര്യമില്ലാത്തൊരു നേച്ചറാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല നിങ്ങളുടെ പേഴ്സണ് ചെറിയൊരു തരത്തിലുള്ളൊരു പേടിയും ആ ഭാഗത്തേക്കുണ്ട്. അതുകൊണ്ടാണ് മനസ്സിനനുസരിച്ചിട്ടുള്ള തീരുമാനം അവർക്ക് എടുക്കാൻ കഴിയാത്തത്. സോ തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ താല്പര്യപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണെന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.